അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വെൽക്കം സ്പീച്ച്, സ്വാഗത പ്രസംഗം. എല്ലാവരും ഒരുവിധം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സ്പീച്ചാണ് വെൽക്കം സ്പീച്ച്, സ്വാഗത പ്രസംഗം എന്ന് പറയുന്നത്. ഈ സ്വാഗത പ്രസംഗമാണ് ഒരു പരിപാടിയുടെ ജീവൻ എന്നത്. ഒരു പരിപാടിയെ ഭംഗിയാക്കുന്നത് ഈ സ്വാഗത പ്രസംഗമാണ്. ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പ്രസംഗം കൂടിയാണ് വെൽക്കം സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വെൽക്കം സ്പീച്ച് നിർവഹിക്കാം, എങ്ങനെ ലളിതമായിട്ട് നിർവഹിക്കാം, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വെൽക്കം സ്പീച്ചിൽ ആദ്യം ഗ്രീറ്റിങ്സ് ആണ്. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ സ്പീച്ചാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും എന്നൊക്കെ രീതിയിൽ അതിൻ്റെ ഗ്രീറ്റിങ്സ്, അതാണ് ആദ്യം. സ്വാഗത പ്രസംഗത്തിൽ ഗ്രീറ്റിങ്സ് ആദ്യം. അതിനുശേഷം സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അഭിസംബോധന. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ വിശിഷ്ട വ്യക്തികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സായിരിക്കും. അപ്പോൾ ഗ്രീറ്റിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഭിസംബോധന ചെയ്യുക എങ്ങനെയാണ്? വേദിയിലും സദസ്സിലൊക്കെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അങ്ങനെ തുടങ്ങാം. ഈ സല്യൂട്ടേഷനിൽ തന്നെ നമുക്ക് പറയാം, ചില പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് കാണാം മുന്നിലെ സീറ്റുകളൊക്കെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ പുറകിലുള്ള ആളുകളൊക്കെ മുന്നിലേക്ക് വന്നിരുന്ന് ഈ പരിപാടിയോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നതൊക്കെ നമുക്ക് ഈ സല്യൂട്ടേഷനിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ കൃത്യം 10 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങാമെന്ന് വെച്ചിട്ടെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ, അതല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികൾ എത്താൻ വൈകിയതിനാൽ ഒരു അരമണിക്കൂർ വൈകിട്ടാണ് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അതിൽ എല്ലാവരോടുമായിട്ട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ നമുക്കതിൻ്റെ തുടക്കത്തിൽ കൊടുക്കാം. അപ്പോൾ ഗ്രീറ്റിങ്സ്, സല്യൂട്ടേഷൻ. മറ്റൊന്ന് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സംഘടിപ്പിക്കുന്ന സംഘടന, ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘടനയെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചെറിയ രീതിയിൽ പറയാം. സംഘടന രൂപീകൃതമായിട്ടുള്ള വർഷം, അതിനുശേഷം ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെ ചെറുതായിട്ട് പറയാം. ആ സംഘടനയെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ ആ സംഘടന ഇതുവരെ ചെയ്തിട്ടുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങളെ, അതല്ലെങ്കിൽ ആ സംഘടനയെ വളർത്താൻ മുന്നിൽ നിന്ന് നയിച്ച ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ചെറുതായിട്ട് പറയാം. അധികം നീട്ടിപ്പോകാതെ വളരെ ചെറിയ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗ്രീറ്റിങ്സായി, സല്യൂട്ടേഷനായി, ഹിസ്റ്ററിയായി, സംഘടനയെക്കുറിച്ചും സംഘടന ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പർപ്പസ് ഓഫ് മീറ്റിംഗ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം കൂടെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം. ഇപ്പോൾ പ്രസംഗകലയുടെ പ്രസക്തി എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സെമിനാർ ആണ് നടക്കുന്നത് എന്ന് നമുക്ക് ഉദാഹരണം എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം നിരവധിയായിട്ടുള്ള യുവാക്കൾക്ക് ആളുകൾ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കാൻ ഒന്നും കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനൊരു സെമിനാർ, ഇങ്ങനൊരു പ്രോഗ്രാം കൂടെ സംഘടിപ്പിച്ചതെന്ന് പറയാം. അപ്പോൾ പർപ്പസ് ഓഫ് മീറ്റിംഗ് ആയി. പിന്നെ ഇൻഡിവിജ്വലി വെൽക്കം വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഉണ്ടായത്. സ്വാഗത പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ടത് സ്വാഗതം പറയലാണ്. അപ്പോൾ ഇൻഡിവിജ്വലി വെൽക്കം ചെയ്യണം. അപ്പോൾ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് ഒരു പ്രയോറിറ്റി നൽകുക. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ഉന്നതിയിലും ഒക്കെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളായിരിക്കും മുഖ്യ പ്രഭാഷകനൊക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ച മേഖലയെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. അങ്ങനെ അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തി നല്ല വാക്കുകളാൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. അതിനുശേഷം പിന്നെ ശേഷം വരുന്ന ആളുകളെ സ്വാഗതം ചെയ്യണം. ഇപ്പോൾ പ്രോട്ടോകോൾ വഴിയൊക്കെ ആണെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും, ആ രീതിയിൽ ചെയ്യാം.
അപ്പോൾ ഓരോരുത്തരുടെ സ്ഥാനമാനങ്ങളൊക്കെ നോക്കി വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാം. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വാഗതം ആശംസിക്കാം. അങ്ങനെ ഓരോരുത്തരെയും സ്വാഗതം ആശംസിച്ച് അതിനുശേഷം സദസ്സിലുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുക, വിട്ടുപോകാതെ സ്വാഗതം പറയുക. സ്വാഗത പ്രസംഗം എന്ന് പറയുമ്പോൾ സ്വാഗതം പറയലാണ് മുഖ്യം. അപ്പോൾ അതിൽ ആരെയും വിട്ടുപോകാതിരിക്കുക. പരമാവധി എല്ലാവരെയും ഈ പരിപാടി കേൾക്കാനെത്തിയ മുഴുവൻ സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സ്വാഗതം ആശംസിക്കുക. അതിനുശേഷം പിന്നെ കൺക്ലൂഷൻ. ഈ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗം അവസാനിക്കണം. അപ്പോൾ അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സ്വാഗത പ്രസംഗം അവസാനിക്കേണ്ടത്. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്നയാളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഗത പ്രസംഗമായി. അപ്പോൾ സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നത് ആ സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും. സെക്രട്ടറിയോ ജോയിൻറ്റ് സെക്രട്ടറിയോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു സ്വാഗത പ്രസംഗത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മനോഹരമായ ഒരു സ്വാഗത പ്രസംഗം നിങ്ങൾക്കും അവതരിപ്പിക്കാം. അപ്പോൾ ഒന്ന് അതിൽ പറഞ്ഞത് ഗ്രീറ്റിങ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, പ്രോഗ്രാം എപ്പോഴാണ് നടത്തുന്നത് അതിനനുസരിച്ചിട്ട്. മറ്റൊന്ന് സല്യൂട്ടേഷൻ, അഭിസംബോധന, വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുക. അതുപോലെ പ്രോഗ്രാം ഒരല്പം വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുക, അതൊക്കെ സല്യൂട്ടേഷനിൽ ഉൾപ്പെടുത്തുക. അതുപോലെ മുന്നിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം ഭംഗിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുക. പിന്നെ സംഘടനയെക്കുറിച്ചും സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടും ചെറിയ രീതിയിൽ നമുക്ക് പറയാം. പിന്നെ പർപ്പസ് ഓഫ് മീറ്റിംഗ്, ഇവിടെ ഒരു പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്, റീസൺ, അത് പറയാം. പിന്നെ ഇൻഡിവിജ്വലി വെൽക്കം, എല്ലാവരെയും അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് 1 by 1 ആയിട്ട് അങ്ങനെ സ്വാഗതം പറഞ്ഞ് ആ സദസ്സിൽ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ആരെയും വിട്ടുപോകാതെ സ്വാഗതം പറയേണ്ടതുണ്ട്. അതിനുശേഷം കൺക്ലൂഷനിൽ അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സ്വാഗത പ്രസംഗമായി. ഇതാണ് സ്വാഗത പ്രസംഗത്തിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഗത പ്രസംഗം നിർവഹിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ ഫോർമാറ്റ് ഉപയോഗപ്പെടുത്തി പ്രസംഗിച്ച് പരിശീലിച്ച് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു സ്വാഗത പ്രസംഗം ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം, നന്ദി.